ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ പൂരത്തിന് പോവാണ്. പൂരത്തിന് ആദ്യമായിട്ടാണ് തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് ഞാൻ പൂരത്തിന് പോണത്. അപ്പം നമ്മളിവിടെ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കൂടെ പൂരത്തിന് വരാനുള്ള ടീംസ്. അപ്പം നമ്മൾ മാത്രമായിട്ടാണ് പൂരത്തിന് പോണത്. തൃശ്ശൂർ അശ്വിനിയുടെ അവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതുകൂടെ നേരെ പോയി കഴിഞ്ഞാൽ തിരുവമ്പാടി ചെന്ന് കയറുക. അങ്ങനെയാണ് നമ്മൾ പോണത്. ഹലോ ഗായ്സ്, നമ്മളിങ്ങനെ എവിടെ എത്തി? തിരുവമ്പാടി എത്തിരിക്കാറ് ഗായ്സ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓട്ടോ കണ്ട്. ഇതാണ് ഫുള്ള് ഡെക്കറേഷൻ ആയിട്ട്. നടക്കുന്നതിന്റെ ഇടയിൽ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ച് നടക്കൊരു എനർജി വേണ്ടേ. അങ്ങനെ നടന്ന് ലാസ്റ്റ് നമ്മള് തൃശ്ശൂർ റൗണ്ടിലെത്തിയപ്പോഴാണ് ആ ഒരു ക്രൗഡ് ഫീൽ ചെയ്തത്. അപ്പത്തിനും കുടമാറ്റം 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. തൃശ്ശൂർ പൂരത്തിന് ഇജാതി ആൾക്കാരുണ്ടാവും. ടി വിയിൽ കണ്ടിട്ടുള്ളൂ, പറഞ്ഞും കേട്ടിട്ടുള്ളൂ, പക്ഷെ അത് നേരിട്ട് കണ്ട് ശ്വാസം വിടാൻ പോലും തരി ഗ്യാപ്പില്ലാത്ത തിരക്ക്. എന്ത് തിരക്കായാലും നമുക്ക് ആ കുടമാറ്റം കാണണല്ലോ. അതിന് വേണ്ടിയിട്ട് തിക്കി തിരക്കി അതിന്റെ ഫ്രണ്ടിലല്ല, കുറച്ച് കാണാവുന്ന രീതിക്ക് പോയി നിന്ന്. അവിടുത്തെ കുടമാറ്റം കുറച്ച് കണ്ട് നമ്മൾ തേക്കിങ്ങാടിന്റെ ഉള്ളിലോട്ട് കയറി. എൻട്രൻസിൽ മെയിൻ കുടമാറ്റം നടക്കുന്നുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഒരു ചറമുറിയുടെ ഷോപ്പ് കണ്ടത്. അവിടെ നിന്ന് അങ്ങനെ ചറമുറി വാങ്ങിച്ച് കഴിച്ച്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് മരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ എൻട്രൻസിലെ കുടമാറ്റം കാണാമായിരുന്നു. കുടമാറ്റം നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ചറമുറി കഴിക്കല് കഴിഞ്ഞിട്ട് വേണം ഞാൻ തിക്കും തിരക്കിന്റെ ഉള്ളിൽ കൂടെ മെയിൻ എൻട്രൻസിൽ എത്തുമെന്ന് അറിയില്ല. എത്താനായിട്ട് ഒരു എനർജി വേണമല്ലോ. അപ്പൊ ചറമുറി കഴിച്ച് കഴിഞ്ഞിട്ട് പോവാൻ വിചാരിച്ചു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോയി. മെയിൻ എൻട്രൻസിന്റെ കറക്റ്റ് എത്തിയില്ല, എന്നാലും നമുക്ക് കുടമാറ്റം നല്ല രീതിക്ക് കാണാമായിരുന്നു. അതുവരെ എത്താൻ പറ്റ പാട്. ഹിരോഷിമ, നാഗസാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളൊരു വിധമായി. അങ്ങനെ അത്യാവശ്യം കുറച്ചു നേരമൊക്കെ കണ്ട് നമ്മളങ്ങനെ റിട്ടേൺ വന്നല്ലെങ്കിൽ അവിടെ നിന്ന് ചത്തുപോയേനെ. നമ്മള് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ആണ് മക്കളെ. റൗണ്ട് കാണാൻ അടിപൊളി. എല്ലാ ലൈറ്റ് അറേഞ്ച്മെന്റ്സും വന്നിട്ട്. നമ്മള് പോയ ടൈമിൽ നൈറ്റ് ആയിട്ടില്ലായിരുന്നല്ലോ, ഒരു വൈകുന്നേരം ടൈമല്ല. അതുകൊണ്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. നൈറ്റ് ആയപ്പോ എല്ലാം ഓൺ ചെയ്ത്. കുടമാറ്റം കാണാൻ പോകുന്ന തിരക്കിന്റെ ഇടയിൽ വയ്യ, പൂരവൈബ് അടിച്ച് ടി വിയിൽ ഇവിടെ നിന്ന് കണ്ടോണ്ട് പറഞ്ഞിട്ട് കുറെ പേരൊന്നും അവിടെ നിന്ന് കാണണ്ടായി. അങ്ങനെ നമ്മള് വടക്കേശാന്റെ അവിടെ എത്തി. അവിടെ വണ്ടികളൊക്കെ ഉണ്ട്. വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. പൂരപ്പലഹാരങ്ങൾ. നമ്മള് വന്നതും പോയതൊക്കെ ബസ്സിലാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു ആനക്കുട്ട ഇങ്ങനെ കുണിങ്ങി നടന്നു വരുന്നുണ്ട്. അങ്ങനെ വിശന്നിട്ട് പോയാൽ പറഞ്ഞ് നേരെ വിട്ടത് സെലക്റ്റിലേക്കാണ്. നമ്മള് സെലക്ട് മന്തി കഴിക്കാൻ വേണ്ടി. ഹലോ ഗൈസ്, നമ്മള് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും 10:30 കഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. മന്തി എന്നുള്ള രീതിയിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. മന്തി ആഗ്രഹിച്ച് വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ മന്തി കഴിഞ്ഞു ഗൈസ്. എല്ലാവർക്കും ഇതിന്റെ വിഷമത്തിലാണ്. എല്ലാവരും കാണിച്ചു തരാം. മന്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനില്ലേ ശ്രീകുട്ട? എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി. എന്ത് ബിരിയാണി? ബീഫ് ബിരിയാണി. എനിക്കൊരു പാർട്ട്ണറെ കിട്ടി. ഇത് അച്ചുവിന്റെ കസിനാണ്. പേര് ആതിര. ആദൂന്ന് വിളിക്കും. ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആളൊരു യൂട്യൂബറാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അങ്ങനെ ഫുഡ് വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരുന്നു. ഫുഡ് വന്ന് ഗൈസ്. ഒന്ന് നോർമൽ അൽഫാം, ഒന്ന് ഹണി അൽഫാം കാണിക്കും. ആക്ച്വലി മന്തി ആഗ്രഹിച്ചിട്ടാണ് പോയത്, പക്ഷെ മന്തി കഴിഞ്ഞുകൊണ്ട് നമ്മള് ബീഫ് ബിരിയാണിയിൽ ഒതുക്കി. ബീഫ് ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എവിടെയും കണ്ടിട്ടില്ല ബീഫ് ബിരിയാണിയിൽ ഒരു എഗ്ഗ് കൂടെ തരുന്നത്. ഇത് ലൊക്കേഷൻ വന്നിട്ട് അത്താണി കഴിഞ്ഞിട്ട് കുറാഞ്ചേരി എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു റൂട്ടിലാണ്, റൈറ്റ് സൈഡിലാണ്. സെലക്ട് ദർബാർ ഫാമിലി റെസ്റ്റോറന്റ് അങ്ങനെ എന്തോ ആണ്. അല്ലെ ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് നമ്മള് തിരിച്ച് വീട്ടിൽ പോയി. അത്രേ ഉള്ളൂ.